നല്ല സദ്യ സ്പെഷ്യൽ മോരുകറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. മോരുകറി നമുക്ക് ചേന, പച്ചക്കായ, പപ്പായ, ഇളവൻ എല്ലാം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ക്യാരറ്റ് വെച്ചിട്ടും മോരുകറി ഉണ്ടാക്കാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു കഷ്ണങ്ങളും പച്ചക്കറിയും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ മോര് കാച്ചി കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പപ്പായയാണ്. ഇത് എൻ്റെ വീട്ടിലുണ്ടായ പപ്പായയാണ്. അപ്പോൾ അതൊരു ചെറിയ പീസ് പപ്പായ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഏത് വെജിറ്റബിൾ ആണെങ്കിൽ അത് എടുക്കുക. എനിക്കിപ്പം കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ. ചെറിയ അളവിലാണ് ഞാൻ കാണിക്കുന്നത്. കാരണം ഞങ്ങൾ 4 പേരുള്ള, അപ്പം ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ചെറിയൊരളവിൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അളവ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ പപ്പായ കട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ പപ്പായ വേവാൻ വെച്ചിട്ടുണ്ട്. പപ്പായ ഇനി വെന്തില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം വെച്ചാൽ നമ്മൾ പച്ചക്ക് കഴിക്കുന്ന സാധനമാണല്ലോ പപ്പായ. അപ്പോൾ പപ്പായ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി, ചെറിയ പീസ് ഇഞ്ചിയും കൂടെ നമ്മൾ നന്നായിട്ട് ചതച്ചിട്ട് അതിലേക്ക് ചേർക്കുക. നിങ്ങൾ തേങ്ങ മിക്സിയിൽ അരക്കുകയാണെങ്കിൽ അരക്കുന്ന സമയത്ത് ഈ ചെറിയുള്ളി, ഇഞ്ചി, ജീരകം, വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് അരച്ചാൽ മതി. ഞാനിവിടെ തേങ്ങ ഒരുമിച്ച് ഗ്രൈൻഡറിൽ അരച്ച് വെക്കുന്നതുകൊണ്ടാണ് അത് വേറെ തന്നെ ചതച്ചിട്ടത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരയണം. അപ്പോൾ അതാ അതിലെ ആവശ്യത്തിന് നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിന്. വെള്ളം എപ്പോഴും കുറച്ച് ഒഴിക്കാൻ പറ്റുള്ളൂ. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് മോരോ തൈരോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളതുപോലെ ഒഴിക്കുമല്ലോ. അപ്പം വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ കറീൻ്റെ ടേസ്റ്റ് പോയി പോകും. അപ്പം വെള്ളം കുറച്ച് മതി, ബാക്കി നമുക്ക് തൈര് ഒഴിക്കാം. അപ്പോൾ തേങ്ങ അരച്ചതും കൂടെ ഇട്ട് കറി തിളച്ചിട്ടുണ്ട്. ഇനി ഇതെൻ്റെ കയ്യിൽ മോരില്ല, തൈരാണല്ലോ. അപ്പോൾ തൈര് ജസ്റ്റ് ഒന്ന് കട്ട ഉടയ്ക്കാൻ വേണ്ടി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ മതി. ഒരുപാട് സമയം അടിച്ച് അത് വളരെ ലൂസാവണ്ട, ജസ്റ്റ് ഒന്ന് ആ കട്ട ഉടയാൻ വേണ്ടി മാത്രം. ഇനിയിപ്പം വിസ്കോണ്ട് ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറി ഓൺ ചെയ്യേണ്ട, ഓഫ് ചെയ്തിട്ടാണ് തൈര് ഒഴിക്കേണ്ടത്. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇനി അതിലേക്ക് നമ്മൾ വറവിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ മോര് നിങ്ങൾക്ക് എത്രയാണ് പുളിപ്പ് കൂടുതലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഓരോ വീട്ടിലും ഓരോരുത്തരുടെ ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അതിനനുസരിച്ച് നിങ്ങൾ തൈരിൻ്റെ അളവ് കൂട്ടിയോ കുറച്ചോ ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് വറവിടേണ്ടത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് പൊട്ടിക്കുക. എന്നിട്ട് കുറച്ച് ഉലുവ എന്തായാലും ഒരു കറിക്ക് വേണം, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വറ്റൽ മുളകും കറിവേപ്പിലയും ഉലുവയാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം വളരെ ലോല് തീ വെച്ചതിന് ശേഷമാണ് നമ്മൾ കറിവേപ്പിലയും വറ്റൽ മുളകും ഇടുന്നത്. കാര്യം മുളക് പുകഞ്ഞു പോകും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. മുളകിൻ്റെ ആ കളർ ഒന്ന് ചേഞ്ചായി നല്ല ഡാർക്കാവുന്ന സമയത്ത് അത് ആയി എന്നാണ് ആ കളറ് കാണിക്കുന്നത്. അതിന് ശേഷം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുക. അതായത് ഒരു കറിക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച്, അതായത് അത് ഓഫ് ചെയ്തിട്ട് ഇടണം. അല്ലാണ്ട് മുളക് പുകഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. മുളക് ഇട്ടാൽ ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ കറിയിലേക്ക് ഒഴിക്കണം. ആ പാനിൽ വെച്ച് കഴിഞ്ഞാൽ പാനിൻ്റെ ചൂടിൽ ആ കറീൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. മുളക് ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ അത് ആ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്ര സമയം വേണ്ട, നമ്മൾ ഓണം, വിഷു അങ്ങനെ വിശേഷ ദിവസങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട. ഡെയിലി വീട്ടിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മോര്.